CD ടവർ വിഭാഗം മുജാഹിദുകളും അതേപോലെ തന്നെ മർക്കസു ദഅവ വിഭാഗം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ കേട്ടിട്ട് ഒരു സുഹൃത്ത് ചോദിച്ച ചോദ്യമാണ്. അഥവാ മനുഷ്യനെ സംബന്ധിച്ച് ജിന്നിനോടുള്ള നേർക്കുനേരെയുള്ള ഇടപെടലുകൾ ഇല്ലല്ലോ, അപ്പോൾ പിന്നെ ജിന്നിനോട് സഹായം തേടുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയുടെ പ്രസക്തി എന്താണ്? അതോടൊപ്പം തന്നെ ആ വിഷയത്തിൽ മറ്റൊരു ചോദ്യം വന്നിട്ടുള്ളത്, കാര്യകാരണ ബന്ധം, ഭൗതികം, അഭൗതികം ഇത്തരം വാക്കുകൾ പറഞ്ഞതിൽ മുൻകാല പണ്ഡിതന്മാർക്ക് എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടോ എന്നാണ്. ബഹുമാനനായ ഫൈസൽ മൗലവി ഉത്തരം നൽകുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തൗഹീദ്, ശിർക്ക്, പ്രാർത്ഥന, ആരാധന വിഷയങ്ങൾ വിശദീകരിക്കുമ്പോൾ നമ്മുടെ കേരളക്കരയിലെ മുൻകാല മുജാഹിദ് പണ്ഡിതന്മാർ ഉപയോഗിച്ച പദപ്രയോഗങ്ങളാണ് ഭൗതികം, അഭൗതികം, കാര്യകാരണ ബന്ധങ്ങൾക്കതീതം, മറഞ്ഞ മാർഗം, തെളിഞ്ഞ മാർഗം, ദൃശ്യമാർഗം, അദൃശ്യമാർഗം എന്നിവയൊക്കെ. ഇത് പ്രയോഗിച്ചതിൽ യാതൊരു അബദ്ധങ്ങളും അവർക്കാർക്കും സംഭവിച്ചിട്ടില്ല. എന്തിനാണ് ഈ പദങ്ങൾ പ്രയോഗിച്ചത്? നമ്മുടെ നാട്ടിലെ സമസ്തക്കാരായ ആളുകൾ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുകയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല എന്ന് അവർ ന്യായം പറയുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുന്ന പഠിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ സഹായം ചോദിക്കുന്നേ ഉള്ളൂ, ഇസ്തിഗാസയേ ഉള്ളൂ, അത് കൊടുത്ത കഴിവിൽ നിന്നാണ്, അതുകൊണ്ട് കൊടുത്ത കഴിവിൽ ചോദിച്ചാൽ ദുആ ആവൂല, അത് ഇസ്തിഗാസയാവുകയുള്ളൂ, ശിർക്കാവുകയില്ല എന്നാണ് സമസ്തക്കാർ ഇവിടെ സ്ഥാപിച്ചത്. അവരോട് ഈ കാര്യം പഠിപ്പിക്കാനാണ് ഈ പദങ്ങളൊക്കെ ഉപയോഗിച്ചത്. നിങ്ങളുടെ ചോദ്യം ദുആ തന്നെയാണ്, അത് പ്രാർത്ഥന തന്നെയാണ്, ശിർക്ക് തന്നെയാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഈ പദങ്ങൾ നമ്മുടെ മുൻഗാമികൾക്ക് ഉപയോഗിക്കേണ്ടി വന്നത്. അവിടെ ഒരു പറഞ്ഞ വസ്തുതയാണ്, അല്ലാഹു തആല ഈ ലോകത്ത് എല്ലാ കാര്യങ്ങളെയും സംവിധാനിച്ചത്, വ്യവസ്ഥപ്പെടുത്തിയത് ചില കാരണങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ്. അതാണ് ദുന്യാവിൻ്റെ സിസ്റ്റം അല്ല വെച്ചത്. ഇപ്പം ഈ മൈക്കൺ ഓഫായാൽ ഈ സൗണ്ടാണ് കേൾക്കൂല. ഈ കാര്യം നടക്കണമെങ്കിൽ ഈ ഒരു കാരണം ഇവിടെ ഉണ്ടാകണം. ഞാൻ എൻ്റെ വീട്ടിൽ നിന്നിട്ടാണ് പ്രസംഗിച്ചാൽ ഇവിടേക്ക് എത്തൂല, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. നിങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാണ്? ഇങ്ങനെ കേൾക്കണമെങ്കിൽ ഇവിടെ വന്നിരിക്കണം, അല്ലെങ്കിൽ പിന്നെ ഫോണിൽ ലൈവായി കിട്ടണം. അതൊരു കാരണമാണ്. ആ കാരണം ഒന്നുമില്ല, ഞാൻ എൻ്റെ വീട്ടിൽ നിങ്ങൾ പ്രസംഗിക്കുക, നിങ്ങളെ വീട്ടിൽ നിങ്ങൾ കേൾക്കുക, ഒരു സിസ്റ്റമില്ല, വ്യവസ്ഥയില്ല, ഒന്നുമില്ല, അത് ഉണ്ടാകുമോ? ഉണ്ടാവുകയില്ല. ഏത് കാര്യം നടക്കാനും അല്ലാഹ് നിശ്ചയിച്ചൊരു കാരണമുണ്ട്. ആ കാരണവുമായി ബന്ധപ്പെട്ടാലാണ് കാര്യം നടക്കുക. ഇത് അല്ലാഹ് വെച്ച സിസ്റ്റമാണ്. ഈ സിസ്റ്റം ഇല്ലാതെ, ഈ വ്യവസ്ഥ ഇല്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നവൻ അല്ലാഹു തആല മാത്രമാണ്. അതിനാണ് അഭൗതികമായ കഴിവ് എന്ന് മുൻഗാമികൾ ഉപയോഗിച്ചത്. അദൃശ്യമായ കഴിവ്, അസാധാരണമായ കഴിവ്, മറഞ്ഞ വഴിക്കുള്ള കഴിവ്, അമാനുഷികമായ കഴിവ്, സൃഷ്ടി കഴിവിന് അതീതമായത്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായത് എന്നൊക്കെ മാറി 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 നമ്മുടെ മുൻഗാമികൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഈ ഒരു അർത്ഥത്തിലാണ്. അത് അള്ളാഹ്ക്ക് മാത്രമേ കഴിയുകയുള്ളൂ. മറിയം ബീവി ഗർഭിണിയായി ഈ കാരണങ്ങളൊന്നുമില്ലാതെ. സാധാരണ ഗർഭിണിയാകണമെങ്കിൽ പുരുഷ സ്പർശനം ഏൽക്കണം, അതാണ് അല്ലാഹ് വെച്ച കാരണം. ആ കാരണമില്ലാതെ തന്നെ മറിയം ബീവി ഗർഭിണിയായി. അപ്പൊ കാരണങ്ങൾക്ക് അതീതമായി കാര്യമുണ്ടായി, അഭൗതികമായി കാര്യം നടന്നു, അസാധാരണ മാർഗത്തിൽ കാര്യം നടന്നു, അദൃശ്യ മാർഗത്തിൽ കാര്യം നടന്നു. ഇത് നടത്തിയവൻ അല്ലാഹു തആലയാണ്. കാരണം അത്തരം കഴിവ് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. സമസ്തക്കാരെ പറയാം, അല്ല, ആ കഴിവ് ഔലിയാക്കന്മാർക്കുണ്ട്, അമ്പിയാക്കന്മാർക്കുണ്ട്. ഇതാണ് ഈ ചർച്ചയുടെ മർമ്മം. അവിടുന്നാണ് ഇപ്പം മാറിയിട്ട് ജിന്നും മലക്ക് അഭൗതികമാണ് എന്നൊരു വാദം പിന്നെ കടന്നു വന്നത്. അത് മനുഷ്യരെ സംബന്ധിച്ച് അദൃശ്യമാണ്, അഭൗതികമാണ് എന്ന് പറഞ്ഞുകൂടെ പറയാം. അതെങ്ങനെ? നമ്മളെ കണ്ണിൽ കാണുന്നില്ല എന്ന അർത്ഥത്തിലാണ്. നമ്മളെ കണ്ണിൽ കാണുന്നില്ല, നമുക്ക് നേർക്കുന്നതിൽ അവരുമായി ഇടപഴകാൻ വഴികളില്ല. ആ ഒരു അർത്ഥത്തിൽ ആപേക്ഷികമായി മനുഷ്യരെ സംബന്ധിച്ച് അദൃശ്യമായ, മനുഷ്യരെ അപേക്ഷിച്ച് അഭൗതികമായ
എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത് ജിന്നും മലക്കും മാത്രമല്ല, മനുഷ്യന്മാർ തമ്മിലും ചിലപ്പോൾ അങ്ങനെയായി മാറും. ഇപ്പം ഈ സ്റ്റേജിന് ബാക്കിൽ 4 ആൾ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അവർക്ക് അദൃശ്യരാണ്. ഒരിങ്ങോട്ട് വന്നാലോ ദൃശ്യരായി. ഇത് ആപേക്ഷികമാണ്. എന്നാൽ അപ്പുറത്തിരിക്കുന്ന ഒരാൾ ഈ പ്രസംഗം കേൾക്കുന്നുണ്ടാകും എന്ന് വിശ്വസിച്ചാൽ ശിർക്കാവോ? ഇല്ല. അബൗദ്ധികമായ കഴിവ് അവർക്കുണ്ട്, സമ്മതിച്ചില്ലേ എന്ന് വരും. ഈ സ്റ്റേജിന് ബാക്കിൽ 2 ആൾ ഇരിക്കുന്നുണ്ട് എന്ന് വിശ്വസിച്ചു, അത് നമ്മളെ സംബന്ധിച്ച് അവർ അദൃശ്യരാണ്. നമ്മളെ സംബന്ധിച്ച് അവർ അദൃശ്യരാണ്. അവർ ഈ പ്രസംഗം കേൾക്കുന്നു എന്ന് വിശ്വസിച്ച് ആ അദൃശ്യമായ കേൾവി അവർക്കുണ്ട് അപ്പം വിശ്വസിച്ചു എന്നാലും പറയും. അത് ആപേക്ഷികമാണ്. എന്നാൽ ഈ പരിസരത്തൊന്നും ഇല്ലാത്തൊരു മനുഷ്യൻ ഫോണോ ലൈവ് ലിങ്കോ ഈ സംവിധാനങ്ങളോ ഒന്നുമില്ലാതെ അയാൾ എവിടെ ഇരുന്നാലും ഈ വയലപ്പങ്ങനെ കേൾക്കും എന്ന് വിശ്വസിച്ചാലോ ശിർക്കായി. കാരണം അദൃശ്യമായ കേൾവി അയാൾക്കുണ്ട് വിശ്വസിച്ചു. ആ കേൾവി അല്ലാഹ്ക്കേ ഉള്ളൂ. മൊഹീദ്ദീൻ ഷെയ്ഖ് ഇപ്പോൾ ഈ സംസാരം കേൾക്കുന്നുണ്ടാകും എന്ന് വിശ്വസിച്ചാലോ ശിർക്കാണ്. കാരണം എന്താ? മൊഹീദ്ദീൻ ഷെയ്ഖിന് ഈ ഭൗതികമായ സംവിധാനം ഒന്നുമില്ല. അത് ആപേക്ഷികമായി മാത്രമല്ല, ഇനി ഷെയ്ഖ് കേൾക്കുമെന്ന് വിശ്വസിക്കണമെങ്കിൽ ഈ വ്യവസ്ഥ ഒന്നും ഇല്ലാതെ തന്നെ ഷെയ്ഖിന് കേൾക്കാൻ കഴിയും എന്ന് വിശ്വസിക്കണം. ആ കേൾവി അല്ലാഹ്ക്കേ ഉള്ളൂ, ഷെയ്ഖിനില്ല. എന്നാൽ ഈ പരിസരത്ത് മലക്കളുണ്ടെങ്കിൽ മലക്കൾ ഈ സംസാരം കേൾക്കുന്നുണ്ടാകും എന്ന് വിശ്വസിച്ചാൽ ശിർക്കാണോ? മലക്ക് നമ്മളെ സംബന്ധിച്ച് അദൃശ്യമാണല്ലോ, നമുക്ക് ആപേക്ഷികമായ അഭൗതികമാണല്ലോ, ഗായിബാണല്ലോ. എന്നാൽ ആ മലക്കൾ ഈ സംസാരം കേട്ടു എന്ന് വിശ്വസിച്ചാൽ അദൃശ്യമായ കേൾവി മലക്കിനുണ്ടെന്ന് വിശ്വസിച്ചു എന്ന് വരുമോ? ഇല്ല, ശിർക്ക് വരുന്നില്ല. ഇവിടെ ജിന്നുകളുണ്ടെങ്കിൽ ജിന്നുകൾ ഈ സംസാരം ഇപ്പോൾ കേൾക്കുന്നുണ്ടാകും എന്ന് വിശ്വസിച്ചാൽ ശിർക്കാവോ? ജിന്ന് അദൃശ്യല്ലേ, ജിന്ന് മനുഷ്യനെ സംബന്ധിച്ച് അഭൗതികല്ലേ. അപ്പൊ ആ ജിന്ന് ഈ സംസാരം കേൾക്കും വിശ്വസിച്ചാൽ ശിർക്കാവണ്ടേ? ആകുന്നില്ല. എന്തുകൊണ്ട്? ആ അദൃശ്യം ആപേക്ഷികമാണ്, ആ അഭൗതികം ആപേക്ഷികമാണ്. നാം മരിച്ചുപോയൊരു ജിന്ന് ഈ സംസാരം കേൾക്കും വിശ്വസിച്ചാലോ ശിർക്കായി മാറി. അത് ആപേക്ഷികമായ അദൃശ്യമല്ല. ലോകത്ത് എവിടെയെങ്കിലുമുള്ള ജിന്ന് ഈ സംസാരം കേൾക്കും വിശ്വസിച്ചാലോ ശിർക്കായി. അത് ആപേക്ഷികമല്ല. അത് കേൾക്കണമെങ്കിൽ ശരിയായ അഭൗതികമായ കഴിവ് അവനുണ്ട് എന്ന് വിശ്വസിക്കണം. ജിന്ന് സാഹിറിനെ സഹായിക്കും എന്ന് വിശ്വസിച്ചാൽ ശിർക്കാവോ? ഇല്ല. എന്തുകൊണ്ട്? അവന് ചെയ്തു കൊടുക്കാൻ പറ്റിയ പണിയെ ചെയ്തു കൊടുക്കുള്ളൂ, അതിനപ്പുറമൊന്നുമില്ല. അത് അവൻ്റെ കഴിവിൽപ്പെട്ട കാര്യമാണ്. നാം മൊഹീദ്ദീൻ ഷെയ്ഖ് ഒരാളെ സഹായിക്കും വിശ്വസിച്ചാലോ ആ വിശ്വാസം തന്നെ ശിർക്കായി. കാരണം മൊഹീദ്ദീൻ ഷെയ്ഖ് സഹായിക്കണമെങ്കിൽ മൊഹീദ്ദീൻ ഷെയ്ഖ് എന്നൊരു കഴിവില്ല, ഒരു വ്യവസ്ഥയില്ല. ഈ വ്യവസ്ഥ ഇല്ലാതെ സഹായിക്കണമെങ്കിലോ വ്യവസ്ഥകൾക്ക് അതീതമായി സഹായിക്കാൻ കഴിയും എന്ന് വിശ്വസിക്കണം. അത് അല്ലാഹ്ക്ക് മാത്രമേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ ഒരു മർമ്മം. അതുകൊണ്ടാണ് ഈ വിഷയം ഇവിടെ ചർച്ചയ്ക്ക് വന്നത്. അതിന് മുൻഗാമികൾക്ക് ഒരു അബദ്ധവും പറ്റിയിട്ടില്ല, അവർ എഴുതിയെല്ലാം ശരിയാണ്. എന്നാൽ മർക്കസ് ദഅവക്കാർ ഇപ്പം പറയുന്നു മുൻഗാമികൾക്ക് അതിൽ തെറ്റുപറ്റി. ഡോക്ടർ ഉസ്മാൻ സാഹിബ് എഴുതിയത് നിഗമനം മാത്രമാണെന്നാണ് പരപ്പരം കാണിച്ച അലി മദനി മറുപടി പറഞ്ഞപ്പോൾ പറഞ്ഞത്. ഡോക്ടർ ഉസ്മാൻ സാഹിബ് ഏറ്റവും അധികം എഴുതിയത് ഈ വിഷയം സൽസബിയിലാണ് എഴുതിയത്. ഉമർ മൗലവി അത് അംഗീകരിച്ചു. അന്നത്തെ KNM വൈസ് പ്രസിഡന്റ് NV അബ്ദുസ്സലാം മൗലവി അതിന് മഹത്വം പറഞ്ഞു. പക്ഷേ ഇന്നവർ പറഞ്ഞു അതൊരു കേവലം നിഗമനം മാത്രമാകുന്നു. ഇന്ന് സീലി ടവറിന്റെ സ്റ്റേജിൽ നിന്ന് തൃശ്ശൂർ വെച്ച് നടത്തിയ പ്രോഗ്രാമിൽ ആമുഖമായി സംസാരിച്ച അവിടെ ജില്ലാ നേതാവ് പറഞ്ഞു KM മൗലവി പഴയ കാലത്ത് എഴുതിയിട്ടൊക്കെ ഉണ്ടാകും, അത് KM മൗലവി മുസ്ലിയാരില്ലായിരുന്നു, നമ്മൾ വിഷയാക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ എഴുതുമില്ല. അപ്പൊ അവരെ വാദപ്രകാരം മുൻഗാമികൾക്ക് തെറ്റിയതാ. മുൻഗാമിയൊക്കെ അല്ല തെറ്റിയത്, ഇവർക്കാണ് തെറ്റിയത്. നമ്മളിപ്പോഴും പറഞ്ഞ ഓൽക്കാർക്കും തെറ്റിയിട്ടില്ല. അവരെ എഴുതിയത് 100% ശരിയാണ്. അതുകൊണ്ട് അവർക്കന്ന് ഒരു ഹദീസും തള്ളേണ്ടി വന്നില്ല. ഇന്നോ തള്ളേണ്ടി വന്നു. മർക്കസ് ദഅവക്കാർക്ക് ഈ നയപ്രകാരമാണെങ്കിൽ ജിന്ന് ഇടപെടുന്നു വിശ്വസിച്ചാൽ ശിർക്കായി. അപ്പൊ പിന്നെ സിഹിറിന് യാഥാർത്ഥ്യമില്ല എന്ന് പറയേണ്ടി വരും, ജിന്നു ബാധ ഇല്ല എന്ന് പറയേണ്ടി വരും, ജിന്ന് രൂപം മാറി വരിക ഇല്ല എന്ന് പറയേണ്ടി വരും. പിന്നെ അതിനടുത്ത സ്റ്റെപ്പിലേക്ക് അപ്പൊക്കെ പോകേണ്ടി വരും. അത് അവർ പറഞ്ഞു കഴിഞ്ഞു. മറ്റൊരിക്കൽ ഇപ്പം പറയാൻ ധൈര്യം വന്നിട്ടില്ല, വൈകാതെ ഒരു പറയും. അത് പറയില്ലെന്ന് വൃത്തില്ല. പണ്ട് അലി മദനി നമ്മളെല്ലാവരും KNMലുള്ള കാലത്ത് ചോദിച്ച ചോദ്യം ഉണ്ടായിരുന്നു. കോഴിമുട്ടയിൽ കളം വരച്ച് കുത്തി വരച്ച് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടാൽ ആ കോഴിമുട്ടയിൽ എങ്ങനെയാണ് ഷെറുണ്ടാവുക? ഒരു ഷെറുണ്ടാകണമെങ്കിൽ മറഞ്ഞ വഴിയിൽ അദൃശ്യ വഴിയിൽ അതിന് ഷെറ് വരുന്ന പേടിക്കണ്ടേ?
അദൃശ്യ വഴിക്ക് സിറുണ്ടാക്കാൻ അള്ളാഹ്ക്കല്ലേ കഴിയുള്ളൂ. അപ്പം ഇതിന് സിറുണ്ടാവും പേടിച്ചതിന് ശിർക്കായില്ലേ എന്ന് നമ്മളെല്ലാവരും KNM കാലത്ത് അന്ന് മർക്കസ് സർക്കാർ ചോദിച്ച ചോദ്യമാണ്. അന്ന് KNM സ്റ്റേജിൽ നിന്ന് ഒന്നിച്ച് നമ്മളെ കൊടുത്ത മറുപടിയാണെന്ത്, ഈ കോഴിമുട്ടമെന്നല്ല ഷെറ്. കോഴിമുട്ടമെന്ന് അദൃശ്യ ഷെറൊന്നും ഉണ്ടാവില്ല. ഈ കോഴിമുട്ട വെറും കോഴിമുട്ട അല്ല. കാരണം സിദ്ധന്മാർ നിങ്ങൾ കടയിൽ നിന്ന് കോഴിമുട്ട വാങ്ങിയിട്ട് എവിടെയും കൊണ്ടിട്ടോളൂ എന്ന് പറയില്ലല്ലോ. അത് പറയില്ലല്ലോ. നിങ്ങൾ കടയിൽ 4 മുട്ട വാങ്ങിയിട്ട് എവിടെയും കൊണ്ട് ഇട്ടാൽ മതി, നിങ്ങൾ സോക്കട് മാറും എന്ന് പറയോ? ഇല്ല. അവർ വരച്ചു കൊടുത്ത കോഴിമുട്ട തന്നെ വേണം. അത് അവർ കളം വരക്കണം, അവർ പലതും എഴുതണം. എന്തായി എഴുതുന്നത്? ഇത് ശൈത്താനുമായുള്ള കമ്മ്യൂണിക്കേഷനാണ്. ഈ സിദ്ധൻ, ഈ ബീവി, ഈ തങ്ങള്, ഈ ഇത്തരം ചികിത്സയുമായി ബന്ധപ്പെട്ട് വരുന്ന ആളുകൾ ഒക്കെ ശൈത്താൻ ഏജന്റുമാരാ. പേരെന്തു പറഞ്ഞാലും അവരും ശൈത്താൻ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അതാണ് കോഴിമുട്ടയിലെ കരിക്കിലൊക്കെ അവർ പലതും എഴുതുന്നത്. അത് എഴുതിയിട്ട് അവർ പറയും 4 കൂടെ സ്ഥലത്ത് കൊണ്ടുപോയിടുക, അല്ലെങ്കിൽ 3 വഴികൾ സംഗമിക്കുന്ന ജംഗ്ഷനിൽ കൊണ്ടുപോയിടുക, ആൾ താമസമില്ലാത്ത വീട്ടിൽ കൊണ്ടുപോയി വെക്കുക, അതേപോലെ ഉപയോഗമില്ലാത്ത കിണറ്റിൽ കൊണ്ട് നിക്ഷേപിക്കുക, വിജനമായ സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുക എന്നൊക്കെ പറയണത് പിശാചിന് ചില കേന്ദ്രങ്ങളാണ്. അതിലൂടെ ഇവൻ ശൈത്താന് ചില കമ്മ്യൂണിക്കേഷൻ കൊടുക്കുകയാണ്. അതുവഴി പിശാചിനെ ഉപയോഗപ്പെടുത്തുകയാണ്. അങ്ങനെയാണ് ഈ ഷെറുണ്ടാകുന്നത്. ഈ കോഴിമുട്ടമെന്നല്ല ഷെറ്. ഇത് ശിർക്ക് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്, കുഫ്ർ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അല്ലാഹ് അത്ര വിളിച്ചു വാർത്തിക്കുന്ന വരിയാണ് നമ്മൾ എഴുതുന്നത്. അതുവഴി ശിർക്കിൻ്റെ ആളായി ശൈത്താനെ ബോധ്യപ്പെടുത്തിയ നിന്റെ വഴിയിലേക്ക് ഇവൻ തയ്യാറാണ്, അവൻ ശിർക്ക് ചെയ്യാൻ റെഡിയായിട്ടുണ്ട് എന്ന വിവരം ശൈത്താനെ കൈമാറുന്നു. അതുവഴി പിശാചിന് ചെയ്യാൻ പറ്റിയ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ അതവൻ ചെയ്തു കൊടുക്കുന്നു. ഇതാണ് ആ ഷെറ്. ഇത് അദൃശ്യമായ ഷെറല്ല. ആപേക്ഷികമായ അദൃശ്യം എന്ന് പറയാം, ആപേക്ഷികമായ അഭൗതികം എന്ന് പറയാം. യഥാർത്ഥ അദൃശ്യമായ ഷെറല്ല. നബിയോട് ചോദിച്ചു, നബിയെ ജ്യോത്സ്യന്മാരെ കുറിച്ച് എന്താ പറയാനുള്ളത്? നബി ഞങ്ങൾ പറഞ്ഞു, ലൈസു ബിശൈഇൻ, അവർ ഒന്നുമല്ല. സ്വഹാബത്ത് ചോദിച്ചു, നബി അവർ പറഞ്ഞ പല കാര്യങ്ങളും ശരിയാകുന്നുണ്ടല്ലോ. അപ്പം നബി ഞങ്ങൾ പറഞ്ഞു, അത് ജിന്നുകൾ തട്ടിയെടുക്കുന്ന വാക്കുകൾ ജ്യോത്സ്യന്റെ കാതിൽ വന്ന് കുറുകി മന്ത്രിച്ചു കൊടുക്കുകയാകുന്നു. അതിൻ്റെ കൂടെ 100 കളവുകൾ അവൻ കൂട്ടിച്ചേർത്ത് പറയുകയാകുന്നു. അതാണ് ഇവിടെ നടക്കുന്ന പണി. ഇന്ന് ജിന്നുമഴക്ക് അഭൗതികമാണ് എന്ന് CD പ്രവർത്തകർ പറയുമ്പോൾ അലി മദനി അന്ന് ചോദിച്ച ചോദ്യം വീണ്ടും പ്രസക്തമാണ്. എങ്കിൽ ഈ കോഴിമുട്ടമെന്ന് എങ്ങനെ ഷെറ് വരിക? ശൈത്താനിക ഷെറുണ്ടാകുന്നല്ലോ, അഭൗതികമായ ഷെറായി അത് പറയാൻ പറ്റില്ല. കോഴിമുട്ടുന്ന ഷെറുണ്ടാകോ? ഉണ്ടാവില്ല. അപ്പം ഇതിന് യഥാർത്ഥമില്ല പറയണം. അപ്പം വീണ്ടും ഹദീസ് വിഷയത്തിലേക്ക് തിരിച്ചു പോകേണ്ടി വരും. അതാണ് അവർക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. ആപേക്ഷികമായ അദൃശ്യെന്നോ അഭൗതികമെന്നോ ഒക്കെ പറയാം, അതിൽ പാർക്കും തർക്കമുണ്ടാവില്ല. ഇനി ജിന്നുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സഹായത്തേട്ടം പറ്റുമോ? ഞാൻ എൻ്റെ പ്രസംഗത്തിൽ തന്നെ പറഞ്ഞു, ഇല്ല. നമുക്ക് ആപേക്ഷികമായ ഗായിബാണ്. ഗായിബിനോട് തേടിയാലോ ശിർക്കാണ്. ഒരു വ്യക്തിയോട്, മനുഷ്യരോടടക്കം ഒരു സഹായം ചോദിക്കുമ്പോൾ അനുവദനീയമാകണമെങ്കിൽ 3 കാര്യം അവിടെ ഒത്തുവരണം. ചോദിക്കപ്പെടുന്ന വ്യക്തി ഹയ്യാവണം, ജീവിച്ചിരിപ്പുള്ള ആളാവണം. മരിച്ച ആൾ തേടിയാൽ ശിർക്ക്. എന്തുകൊണ്ട്? മരിച്ച ആൾ, ഞാൻ നേരത്തെ പറഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞത്, മരിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ അയാളുടെ എല്ലാ വ്യവസ്ഥയും അവസാനിച്ചു എന്നാണ്. ഇനി അയാളോട് തേടണമെങ്കിൽ ഈ വ്യവസ്ഥകൾക്ക് അതീതമായ അയാൾക്ക് ചില കഴിവുണ്ട് എന്ന വിശ്വാസം വരണം. ആ വിശ്വാസം ശിർക്കാണ്. അവിടെ ഈ തേട്ടവും ശിർക്കാണ്. 2, അയാൾ ഹാലിറായിരിക്കണം. ഇവിടെ മുമ്പിൽ ഉണ്ടാവണം. ഇപ്പം വീട്ടിൽ ഭാര്യ ഓളെ വീട്ടിൽ പോയി വിചാരിക്കാം. ഭാര്യ വീട്ടിൽ വിരുന്നിറക്കാൻ പോയി, ഭാര്യ വീട്ടിലില്ല. സാധാരണ രാവിലെ എണീറ്റ് വന്നാൽ ചായ ഉണ്ടാക്കി തരുന്ന ഭാര്യയാണ്. ഭാര്യ ഓളെ വീട്ടിൽ പോയാൽ നമ്മൾ പറയും, എടീ ചായ എടുക്കുകയെന്ന് പറയും. എന്താ പറയാത്തത്? പറഞ്ഞാൽ എന്താ അറിയാം, അതൊരു പോയത്തം എന്ന് പറയാം. പക്ഷെ ആ ഭാര്യയോട് പറഞ്ഞാലും ചായ കിട്ടും വിശ്വാസം ഉണ്ടെങ്കിലോ വകുപ്പ് മാറി അവിടെ. അപ്പം സ്ഥലത്ത് ഇല്ലെങ്കിലും ഇത് കേൾക്കാൻ കഴിയും, ഇടപെടാൻ കഴിയും എന്നൊരു വിശ്വാസം ഉണ്ടാകണം. അപ്പോഴേ ആ ചോദ്യം വരുള്ളൂ. അതുകൊണ്ട് സാധാരണ സുന്നി മുസ്ലിയാക്കന്മാർ ചോദിക്കും, നിങ്ങൾ വീഴാൻ പോകുമ്പോൾ എൻ്റെ അമ്മ എന്ന് വിളിക്കുന്നില്ലേ, അത് ശിർക്കാണോ എന്ന്. അത് എന്തുകൊണ്ടാണ് ശിർക്കല്ലാത്തത്? ഉമ്മ ഹാലറല്ലോ, അവിടെ ഉമ്മ ഗായിബാണ്. ഉമ്മ ഹയ്യായിരിക്കാം, ജീവിച്ചിരിപ്പുണ്ടാകാം, പക്ഷെ ഇവിടെ ഇല്ല, ഗായിബാണ്. അപ്പം ശിർക്കാവണ്ടേ? എന്തുകൊണ്ട് ശിർക്കാകുന്നില്ല? വീഴാൻ പോകുമ്പോൾ എൻ്റെ അമ്മ എന്ന് വിളിച്ചാൽ ഉമ്മ അത് കേൾക്കുമെന്നോ അറിയുമെന്നോ ഇടപെടുമെന്നോ വിശ്വാസമുണ്ടോ? ഇല്ല. അത് സ്വാഭാവികമായി നാവിൽ വരുന്ന ഒരു വിളി മാത്രമേ ഉള്ളൂ. എന്നാൽ ഉമ്മ അത് കേൾക്കും, അറിയും, ഉമ്മ അവിടുന്ന് വിചാരിച്ചാൽ എൻ്റെ പ്രശ്നം തീരും എന്നാണെങ്കിലോ
ഷിർക്കാവും ചെയ്യും. മൂന്നാമത് ഖാദിറാകണം, അഥവാ അല്ലാഹു തആല വെച്ച വ്യവസ്ഥക്കുള്ളിൽപ്പെട്ട കാര്യമാകണം ചോദിക്കുന്നത്. വ്യവസ്ഥകൾക്ക് അതീതമായി അല്ലാഹ്ക്ക് മാത്രം കഴിയുന്ന കാര്യമാണ് ചോദിക്കുന്നത്. ഹയ്യാണെങ്കിലും ഹാദിറാണെങ്കിലും ഷിർക്കാണ്. ഞാൻ ഇന്നലെ പലപ്പോഴും പറഞ്ഞു ഈ കാര്യം. ഇപ്പൊ കാന്തപുരം മുസ്ലിയാർ പണ്ട് വന്നു വിചാരിക്കാം, മൂപ്പര് ഹയ്യാണ് ഹാദിറാണ്, മുമ്പിലുണ്ട് വന്നപ്പോൾ പറഞ്ഞു, ഉസ്താദെ എനിക്ക് ഈമാനോടെ മരിപ്പിച്ചു തരണം പറഞ്ഞു. ഷിർക്കാണ്. എന്താ, ആള് ഹയ്യല്ലേ, ആള് മുമ്പിലില്ലേ, ഉണ്ട്. പക്ഷെ ചോദിച്ച കാര്യം കുദ്റത്തിനപ്പുറമുള്ള കാര്യമാണ്. എനിക്ക് ഹിദായത്ത് തരണമെന്ന് പറഞ്ഞു, ഷിർക്കാണ്. ഇനി രോഗം ശിഫയാക്കി തരണമെന്ന് പറഞ്ഞു, ഷിർക്കാണ്. കാരണം എന്താ, രോഗം ശിഫയാക്കുന്ന അള്ളയാണ്. എനിക്കൊരു മരുന്ന് തരുന്നതല്ലോ, ഷിർക്കല്ല. ഒരു 10 രൂപ കടം തരുന്നതല്ലോ, ഷിർക്കല്ല. ഉസ്താദ് ഞാൻ വലിയ കടത്തിലാണ്, എൻ്റെ കടങ്ങൾ വീട്ടിൽ തരണം. എങ്ങനെ ഉസ്താദാണ് വിചാരിച്ചാൽ കടം വീടും എന്നാണെങ്കിലോ ഷിർക്കായി. അല്ല, ഉസ്താദിന് ഇഷ്ടം പോലെ പൈസ ഉണ്ട്, അതിന് വല്ലതും തന്നൊരു കടം വിട്ടുന്നതാണെങ്കിലോ ഷിർക്കല്ല. അത് കുദ്റത്താണ്, മറ്റതോ കുദ്റത്തിനപ്പുറമാണ്. അപ്പൊ ജിന്ന് ഹയ്യാവണം, മരിച്ച ജിന്നാണെങ്കിലോ എല്ലാം ഷിർക്ക്. ജിന്ന് ഹാദിറാണ് വരുമ്പോഴേ പിന്നെ ചർച്ചയുള്ളൂ. ഗായിബായി നിൽക്കുമ്പോഴോ എല്ലാം ഷിർക്കാണ്. ജിന്ന് ഗായിബാണ്, അപ്പൊ ഷിർക്കാണ്. ഹാദിറായാലോ അവിടെയാണ് പിന്നെ കുദ്റത്തിന് പ്രശ്നം വരുന്നുള്ളൂ, അല്ലാതെ പ്രശ്നം വരുന്നില്ല. കുദ്റത്തിന് അപ്പുറമുള്ള ചോദിച്ചാലോ ഹയ്യും ഹാദിറും ആയാലും ഷിർക്കായി. അപ്പൊ മയ്യിത്താണോ എല്ലാം ഷിർക്ക്, ഇനി ഗായിബാണോ എല്ലാം ഷിർക്ക്. ഹയ്യുമാണ് ഹാദിറുമാണ്, കുദ്റത്തിന് അപ്പുറമുള്ള ചോദിച്ചാലോ അതും ഷിർക്ക്. അതുകൊണ്ടാണ് ഹയ്യും ഹാദിറും ഖാദിറുമായവനോട് കഴിവിൽപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചാൽ അതിന് പ്രാർത്ഥന എന്ന് പറയില്ലാറുന്നത്. അതിന് പ്രാർത്ഥന എന്ന് പറയില്ല. അതുകൊണ്ട് ഷിർക്ക് പറയാൻ പറ്റൂല. എന്നാൽ അത് മനുഷ്യന്മാരാണോ അനുവദനീയമാണ്, ജിന്നോടാണോ അത് ഹറാമാണ്. കാരണം എന്താ, അത് വഴി നമ്മൾ ഷിർക്കിലേക്ക് പോകും. അത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഷിർക്കിൽ കൊണ്ടുപോയി എത്തിക്കും. ചില മനുഷ്യന്മാരുണ്ടാവും, അത് ചില മനുഷ്യന്മാരുണ്ടാകും. ഇപ്പോൾ ഒരാൾക്ക് അസുഖം വന്നു, അപ്പം നമ്മോട് ഒരുത്തം പറയാം, അത് വലിയൊരു ഓപ്പറേഷൻ വേണം, വലിയ സംഖ്യ വരും. അപ്പം എന്നോട് ആരോ പറഞ്ഞു, ഇങ്ങനെ മാതാ അമൃതാമൻ്റെ ഒരു ഹോസ്പിറ്റലുണ്ട്, അവിടെ പോയാൽ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് പറഞ്ഞത്. ഞാൻ അവിടെ പോകാൻ ആലോചിക്കുകയാണ്. നമ്മളെന്ത് പറയും, എടാ അവിടെ പോകണ്ട, അവിടെ പോകണ്ട, ഫ്രീ കിട്ടും പക്ഷെ പോകണ്ട. എന്താ കാരണം, ഈമാൻ തെറ്റാനൊരു സാധ്യത ഉണ്ട്. ചികിത്സയാണ് കിട്ടുന്നതെങ്കിലും അവിടുന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് 1 മാസം അവിടെ കിടന്നൊക്കെ പോരുമ്പോഴേക്ക് ഒരു പക്ഷെ ഓൻ്റെ മനസ്സിൽ അമ്മയെപ്പറ്റി ചില വിശ്വാസമൊക്കെ ഉണ്ടാകാൻ അതൊരു കാരണമായി മാറും. അതുകൊണ്ട് തൽക്കാലം അവിടെ പോകണ്ടെന്ന് പറയും. അതാണ് വ്യത്യാസം. ഇനിയിപ്പം ഒരു മരിച്ചാളോട് ചിലപ്പോൾ ചില മാനസികാവസ്ഥയിൽ ചില മനുഷ്യൻ്റെ ചില പ്രയോഗങ്ങൾ ഉണ്ടായേക്കാം. ഇപ്പം നബി ഞങ്ങൾ വഫാത്തായി കേൾക്കുമ്പോൾ സിദ്ദീഖ് എന്നിട്ട് പറഞ്ഞു, നബിയെ അള്ളാഹ് നിങ്ങൾക്ക് 2 മരണം നിശ്ചയിച്ചിട്ടില്ല, ഒറ്റ മരണമേ ഉള്ളൂ, അത് നിങ്ങൾ മരിച്ചു കഴിഞ്ഞു. ഇത് ശിർക്കാണോ? അല്ലല്ലോ. അത് നബി കേൾക്കാൻ പറഞ്ഞതല്ല, അതൊരു ആത്മകഥമാണ്, ഒരു ആത്മകഥമാണ്. അത് നബി കേൾക്കാനോ അറിയാനോ ഉത്തരം ചെയ്യാനോ ഒന്നുമല്ല. അത്തരം അഭിസംബോധനകൾ ചിലപ്പോൾ ജീവജാത്തിനോടും വരും. മാസം കണ്ട പ്രാർത്ഥന എന്താ, റബ്ബി വ റബ്ബുക്കല്ലാ, എൻ്റെ റബ്ബും നിന്റെ റബ്ബും അല്ലയാണ്. ആരോടാ? ചന്ദ്രനോട്. ആഹാ, അപ്പൊ ശിർക്കായി എന്ന് പറയും. ചന്ദ്രൻ കേൾക്കാനല്ല, ചന്ദ്രൻ കേൾക്കുന്നു അറിയുന്ന വിശ്വാസമില്ല. അതുകൊണ്ട് ഏത് പടപ്പിനോടാവട്ടെ ഒരു കാര്യം ദുആ ആവാതിരിക്കണമെങ്കിൽ, പ്രാർത്ഥന അല്ല എന്ന് പറയണമെങ്കിൽ ഹയ്യാവണം, ഹാദിറാവണം, ഖാദിർ അഥവാ കുദ്റത്തിൽപ്പെട്ട കാര്യമാവണം. അല്ലാഹ്ക്ക് മാത്രം കഴിയുന്ന കാര്യമാണോ ശിർക്കായി മാറി. ഹയ്യല്ലേ പ്രാർത്ഥനയായി, ഹാദിറല്ലേ പ്രാർത്ഥനയായി, കുദ്റത്തിനപ്പുറമുള്ള കാര്യമാണോ പ്രാർത്ഥനയായി. അതുകൊണ്ട് ജിന്ന് സാധാരണ ഇതിൽ ഗായിബാണ്. ആ ഗായിബായ ജിന്നോട് എന്ത് തേടിയാലും ശിർക്കാണ്. മൊഹീദ്ദീൻ ഷെയ്ഖ് മയ്യിത്താണ്, ആ ഷെയ്ഖിനോട് എന്ത് തേടിയാലും ശിർക്കാണ്. ഇനി ഹയ്യും ഹാദിറുമായ ഇൻസോ ജിന്നോ ഏതാണെങ്കിലും അല്ലാഹ്ക്ക് മാത്രം കഴിയുന്ന കാര്യമാണോ തേടിയത്, അത് പ്രാർത്ഥനയാണ്. ഇതാണ് ഇതിൻ്റെ മാനദണ്ഡം. ഇതാണ് അഹ്ലുസുന്ന പഠിപ്പിച്ചത്. ഇതാണ് പ്രമാണങ്ങൾ പറഞ്ഞത്. ഇതാണ് മുജാഹിദ് സ്ഥാൻ 100 കൊല്ലം പഠിപ്പിച്ച തൗഹീദ് ശിർക്കിൻ്റെ അസ്ല്. അവർക്ക് ആർക്കും തെറ്റുപറ്റിയിട്ടില്ല. അതിൽ നിന്നും മാറ്റി പുതിയ നയം സ്വീകരിച്ചപ്പോഴാണ് മുൻഗാമികൾക്ക് തെറ്റി എന്ന് അവർക്ക് പറയേണ്ടി വന്നത്. വല്ലാഹു അഅലം. എന്താണ് കാര്യകാരണ ബന്ധമെന്നും ഭൗതികവും അഭൗതികവും എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ് എന്നും